എവിടേക്കാ രാവിലെ? വെറുതെ നടക്കാറിറങ്ങിയതാവും. ഇളം മഞ്ഞത്ത് ഇതിലേക്ക് നടക്ക ഒരു സുഖ. ഇതില് നേരെ പോയാൽ ഭാരതപ്പുഴയായി. പാലത്തിന് മുകളിൽ ഇതിലോട്ട് നോക്കിയിട്ടുണ്ടോ? ബഹിരസ കുത്തി ഒഴുകല്ലേ പുഴ. പേടിയാവും. ട്രെയിനും കൂടെ വരുമ്പോഴാന്ന് വെച്ചാ പറയാൻ വേണ്ട. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോയിരുന്നു. ഒരർച്ചന ഉണ്ടായിരുന്നേ. ഇന്നലെ ജന്മനക്ഷത്ര എന്ന് വെച്ച് പിറന്നാളൊന്നുമല്ല കേട്ടോ. പിറന്നാളാണെന്ന് വെച്ചാൽ എല്ലാരും വിളിക്കൂലേ. ജന്മനക്ഷത്രത്തിന്റെ അന്ന് അർച്ചന നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. അമ്മ 14 കൊല്ലം അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നേരത്തെ തന്നിട്ടത്രേ ഞാനുണ്ടായി. അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ അർച്ചനയിലും അമ്പലത്തിലും വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെന്താ, അമ്മ പറഞ്ഞാൽ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ഒരു എന്താ പറയാ, ഒരു സെന്റിമെന്റ്സ് അത് നമ്മൾ വേണ്ടേ മാനിക്കാൻ. അച്ഛൻ കൂടി മരിച്ച പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ, അമ്മയ്ക്ക് മൂക്കിന്റെ അറ്റത്താ ചുണ്ടി. ഞാനും അതേ പ്രയോഗം കേട്ടോ. ദേഷ്യം വന്ന പിന്നെ കണ്ണ് കണ്ടു. എല്ലാരോടൊന്നുമില്ല, അമ്മയോട് മാത്രം. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്നവരെ കിട്ടിയാല് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങോട്ടൊന്നും പറയാത്ത ആളാവുമ്പോ പ്രത്യേകിച്ചും. പിന്നെ മൗനം വലിയ വലിയ ആളുകൾക്ക് ഒരു ഭൂഷണമാണെന്നാണല്ലോ ചൊല്ല്. ഇതിലേ പോയാൽ ആ കലിങ്ങിന്റെ അവിടെ 4ാമത്തെ വീടാ എന്റെ. പോട്ടെ പ്രസാദം. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചെന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ആരും ആ പാസഞ്ചറല്ല ഇന്ന്. പോട്ടെ. പുറത്താരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൂടി ആ വിശ്രമം അടിച്ചേ. ആ ഗീതന്റെ ചേച്ചി കിടക്കുക. വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ നിലമ്പൂട്ട് പോവാ. വരാൻ വൈകി. അവരെ അറിയൂ. ആ അറിയുമെന്ന് എന്റെ ഒരു ധൈര്യമില്ലടാവുന്നത് ശരിക്കും. പിന്നല്ലാതെ ഉള്ളത് പറയണത്. എന്റെ ഈ പ്രായത്തിന് ഒരുപാട് പെമ്പിള്ളേരെ ഞാൻ. പക്ഷെ ഇപ്പോഴുണ്ടാ ഒരു ലൈനെന്ന് പറഞ്ഞാലുണ്ട്. അല്ല, ഹരീശ്രീ കുടിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ കാര്യം. ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ മുമ്പ് ഒറ്റയ്ക്കാവുമ്പോ അവിടെയാണ് അവന്റെ ശക്തി കിട്ടേണ്ടത്. അയ്യോ, ചുമ്മാ വായും പിടിച്ച് കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കൊതിയുണ്ടേ പറഞ്ഞോ. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ടെങ്കിൽ പോരെ. നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വിലക്കാം. ഞാൻ വരാം, പൈസയും മുടക്കാം. പക്ഷെ ഞാനില്ല. വിലത്തിലൊക്കെ വാസോണ്ടായിരിക്കും. ഞാൻ കണ്ടോണ്ടിരുന്നോളാം. നിനക്കറിയോ, 15ാമത്തെ വയസ്സിൽ പെണ്ണിനെ അറിഞ്ഞ വേടായില്ല. 15ാമത്തെ വയസ്സിൽ?
എടാ അന്ന് തൊട്ട് ഇന്ന് വരെ അക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഗീത ഇപ്പോ വർക്ക്ഷോപ്പിലാ. പക്ഷെ അവിടെയും ഭാഗ്യം എന്നെ കൈവിട്ടില്ല എന്ന് കണ്ടോ. തേടി പിടിച്ച് വന്ന് എത്തിയില്ലേ ഉഷ. വളച്ചെടുത്ത് വരാൻ ഇത്തിരി വൈകുന്നേ ഉള്ളൂ. അത് അനീതിയല്ലേ വാസേട്ടാ? ആ പിന്നെ 5 സഹോദരന്മാര് ചേർന്നൊരു പെണ്ണിനെ വെച്ച് പുലർത്തിയ കഥയാണ് നമ്മുടെ പുണ്യപുരാണം പഠിപ്പിക്കുന്നത്. അതിന് വലുതാണ് കുടുംബം കലങ്ങുപോയി. എന്താണ് കളയാൻ? പോകാൻ പറയടാ. ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ചേച്ചി. എന്റെ കൈ കൊണ്ട് തന്നെ രവിയേട്ടനെ. എനിക്കതാ സങ്കടം. ഞാൻ കൂടി കയറിയിരുന്നെങ്കിൽ എല്ലാം അതോടെ കഴിയുമായിരുന്നു. കരയാൻ വേണ്ടി മാത്രം എന്നെ ബാക്കിയാക്കി. എന്താ ഉഷേ നീ പറയണേ? അനുഭവിക്കേണ്ടത് അനുഭവിക്കാണ്ട് പറ്റുമോ? നീ സമാധാനിക്ക. കരയാതെ കരയാണ്ട് കഴിയുന്നത് മറക്കാൻ നോക്ക്. ദേ നീ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. ദേ ചേച്ചി ഒന്ന് കാണട്ടെ. ചേച്ചി ഡോക്ടറെ കാണാൻ പോയി. എപ്പോ? കുറച്ചു നേരമായി. ഉടനെ വരുമെന്നാ പറഞ്ഞ്. കാപ്പി എടുക്കട്ടെ? ആ വല്ലാത്ത പുറമേരുന്നു. നാട് നിവർക്കാൻ വയ്യ. ഉഷ ഒരു ഉപകാരം ചെയ്യും. ഈ യൂക്കാലിപ്റ്റസ് പുറത്തോട്ട് തന്നിരിക്കും. ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച്